അഫാൻ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തനാണ്. കൊന്നിട്ടും ആ പക തീരാത്ത ഭ്രാന്തുമായി മുന്നോട്ട് പോകുന്നവൻ. ഇക്കണ്ട 6 പേരല്ല അഫാൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ 3 പേരുമല്ല. ഇത് കൂടാതെ ഇനിയും ആളുകൾ അഫാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അവസരം ലഭിച്ചിരുന്നെങ്കിൽ, മനോവീര്യം കെടാതിരുന്നെങ്കിൽ ബന്ധുവായ ആ പെൺകുട്ടിയെയും കൊല്ലാൻ അഫാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായും അവളുടെയും തലച്ചോറ് പിളർത്തി അവളുടെ സ്വർണം കവർന്ന് പണത്തിനായി അഫാൻ അതും ചെയ്തിരുന്നേനെ. ഭാഗ്യം കൊണ്ടെന്ന് മാത്രം പറയട്ടെ, അഫാൻ പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ, ഏറെ അസ്വസ്ഥത ഉളവാക്കുന്ന, ഒട്ടനവധി കുടുംബങ്ങളെ അനാഥമാക്കുന്ന ഒരു സീരിയൽ കില്ലറായി അഫാൻ മാറിയിരുന്നേനെ. ഫർസാനെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെയും അഫാൻ കൊല്ലാനായി ഇറങ്ങിയിരുന്നു. ഫർസാനയോട് ചോദിച്ച അതേ ചോദ്യം, ഫർസാനയോട് ആവശ്യപ്പെട്ട അതേ കാര്യങ്ങൾ, ഫർസാനയോട് തോന്നിയ അതേ പക, ഇതുതന്നെയായിരുന്നു ആ പെൺകുട്ടിക്ക് നേരെയും അഫാൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ബന്ധുവായ പെൺകുട്ടിയെയും പിതൃമാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം സ്വർണം തട്ടിയെടുക്കുക എന്നതായിരുന്നു അഫാൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ ഇക്കാര്യങ്ങൾ ഓരോ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൻ്റെ ഓരോ സാഹചര്യത്തിലൂടെ പറയുകയാണ്. ആദ്യം അഫാൻ ലക്ഷ്യമിട്ടിരുന്ന പെൺകുട്ടിയെ മാല തട്ടിയെടുത്ത് കൊലപ്പെടുത്തുക എന്നതായിരുന്നു മനസ്സിൽ കരുതിയത്. എന്നാൽ അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ സമീപിച്ചെങ്കിലും അതിനു പറ്റിയ ഒരു അവസരം കിട്ടിയില്ല. ആ ശ്രമം ഒരുപക്ഷെ വിജയിച്ചില്ല, എന്തോ ഭാഗ്യം കൊണ്ട്. ബന്ധുവായ പെൺകുട്ടിയെയും മുത്തശ്ശിയെയും കൊന്ന് പണമെടുത്ത് താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനം കണ്ടെത്താനാണ് അഫാൻ അതിലൂടെ തീരുമാനിച്ചത്. ആദ്യം ഈ പെൺകുട്ടിയോട് മാല കടമായി തരാമോ എന്ന് ചോദിച്ചിരുന്നു. ക്ലാസ് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വന്നാൽ അവിടെ എത്തി താനിത് വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു. എന്നാൽ പെൺകുട്ടി കർശനമായി തന്നെ കടം നൽകാൻ കഴിയില്ല, തൻ്റെ സ്വർണം ആർക്കും നൽകില്ല എന്ന് പറഞ്ഞു. താൻ വിചാരിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് ഉമ്മയായ ഷെമിയെ കൊണ്ടുകൂടി പെൺകുട്ടിയിൽ നിന്ന് മാല വാങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു. മകൻ്റെ ഈ പ്രവൃത്തിക്ക് ഉമ്മയും കൂട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ആ ശ്രമം വിജയിക്കാത്തത് കൊണ്ടാണ് പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയായ സൽമാ ബീവിയുടെ മാല തട്ടിയെടുത്ത് മുത്തശ്ശിയെ കൊലപ്പെടുത്തി കടം വീട്ടി മുന്നോട്ട് പോകാൻ അഫാൻ തീരുമാനിച്ചത്. കടബാധ്യത മൂർധന്യാവസ്ഥയിലെത്തിയതോടെയാണ് പിതാവിൻ്റെ ബന്ധുക്കൾ തുടർച്ചയായി തന്നെ ഷെമിയെ കുറ്റപ്പെടുത്തിയത്. ഷെമിയെ എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുമെന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ പലരും ചോദിക്കുന്നുണ്ട്. കാരണം അഫാൻ പറയുന്നത് ശരിയാണെങ്കിൽ, അഫാൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉമ്മ വഴങ്ങിയതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് അവൻ എത്തിച്ചേർന്നത്. അഫാന് മറ്റൊരാളിൽ നിന്നും പണം ആഗ്രഹിച്ചു, സ്വർണം ആഗ്രഹിച്ചു. അത് അവനാൽ നേടിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനുവേണ്ടി ഉമ്മയും റെക്കമെൻഡേഷൻ നടത്തി. അങ്ങനെ അവൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ളൊരു ബോധ്യം അവൻ്റെ മനസ്സിൽ പതിയെ ഷെമി തന്നെ ആയിരിക്കണം വളർത്തിയെടുത്തിട്ടുള്ളത്. ഉമ്മയുടെ ഈ കടബാധ്യതയും ധൂർത്തും ബന്ധുക്കൾ പറയുന്നത് പോലെ ആർഭാട ജീവിതവും ഒക്കെ തന്നെയാണ് മകനും കണ്ടു പഠിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആയിരിക്കണം അവനെയും ഇത്തരത്തിൽ കൊടിയ കൃത്യത്തിലേക്ക് ഏറ്റവും ഒടുവിൽ പ്രേരിപ്പിച്ചത്. സഹിക്കവയ്യാതെ കൊലപാതകത്തിലേക്കും, എന്തിനേറെ പറയുന്നു സ്വന്തം സഹോദരനെയും കാമുകിയെയും ഉമ്മയെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ കൊലപ്പെടുത്താൻ അത്രയധികം കരുത്തു കൊടുത്തത്. 2ാം ഘട്ട തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ നെടുമങ്ങാട് കോടതിയിൽ അഫാനെ ഹാജരാക്കി അടുത്ത കേസിൻ്റെ തെളിവെടുപ്പിന് വേണ്ടി വെള്ളിയാഴ്ച തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് വെഞ്ഞാറമൂട് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കസ്റ്റഡിയിൽ 3ാം ഘട്ടത്തിൽ ഫർസാന, അഫ്സാൻ, അതായത് അഫാൻ്റെ അനിയൻ എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തെളിവെടുപ്പായിരിക്കും നടക്കുക. വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഷെമി ഇത്രയും ദിവസം കഴിഞ്ഞിരുന്നത്. ഷെമി ഇപ്പോൾ ആശുപത്രി വിട്ടുവെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ആരോഗ്യനിലയൊക്കെ തന്നെ മെച്ചപ്പെട്ടു. തുടർ ചികിത്സ വേണ്ട ഷെമിയെ വെഞ്ഞാറമൂട് പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് തന്നെയാണ് തീരുമാനം. തൽക്കാലം അധികം ബന്ധുക്കൾക്കൊന്നും തന്നെ പ്രവേശനമില്ല. പോലീസിൻ്റെ കർശനമായ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഷെമിയുള്ളത്. ഷെമിക്ക് എപ്പോഴാണോ സംസാരിക്കാൻ കഴിയുന്നത്, ഇനി 3ാം ഘട്ട തെളിവെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഷെമിയെ ചോദ്യം ചെയ്യാനും പോലീസിൻ്റെ നീക്കമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകനും പ്രതിയുമായിട്ടുള്ള അഫാൻ തന്നെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളത് ഷെമിക്കറിയാമെങ്കിൽ പോലും അത് ആശുപത്രിയിലോ ഡോക്ടർമാരോടോ തുറന്നു പറയാൻ ഇതുവരെയും ഷെമി തയ്യാറായിട്ടില്ല. ഷെമിയുടെ ഭർത്താവായ അബ്ദുൾ റഹീം, ഷെമിയുടെ മറ്റു ബന്ധുക്കൾ തുടങ്ങിയവരൊക്കെ ആശുപത്രിയിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് പോലീസും ഡോക്ടർമാരും ഷെമിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആരായാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
വരും ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ കേസന്വേഷണത്തെ സഹായിക്കുന്ന രീതിയിൽ ഷമിയുടെ ഭാഗത്തു നിന്നും നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധുക്കളോടടക്കം ഭർത്താവിനോട് ഇതിനോടകം കാര്യങ്ങൾ ഷമി തുറന്നു പറഞ്ഞിട്ടുണ്ടാകണം.